ലോകമെങ്ങുമേ പോകുവിൻ, രക്ഷതൻ ദിവ്യമാം ദൂതുമാ, നല്ല വാർത്ത എല്ലാവർക്കുമേകുവിൻ, സത്യസുവിശേഷം പ്രഘോഷിക്കുവിൻ, ലോകമെങ്ങുമേ പോകുവിൻ. എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു പഴയ ക്രിസ്തീയ ഭക്തിഗാനമാണ്. ഇത് ഒരുപാട് വചന പ്രഘോഷണ വേദികളിൽ എല്ലാ വചന പ്രഘോഷകരും ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്ന ഒരു ഗാനമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പാട്ട് പാടുവാനുണ്ടായി, അല്ലെങ്കിൽ 4 വഴി പാടുവാനുണ്ടായ കാരണം, ഇപ്പോൾ ഈ വചന പ്രഘോഷകർ, ഇല്ലെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവർ, ഈ ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്നവർ എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഈ ഒരു വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് പുരോഹിത വിഭാഗത്തിൻ്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ ഈ ഒരു പ്രവർത്തനവുമായിട്ട്, ഈ ഒരു പാട്ടുമായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തീയതയുമായിട്ട് വലിയ ബന്ധം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്രിസ്തു വന്നൊരു കാലത്തെക്കുറിച്ച് നമ്മളെ ഒരു വ്യവസ്ഥിതിയോടെ ഒരു സമൂഹത്തോട് മൊത്തം പടവെട്ടി ഒറ്റയ്ക്ക്, വേറെ ആരും കൂടുതലില്ല, ഒറ്റയ്ക്ക് തേര് തെളിച്ച് വന്ന അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഈ കാണുന്ന സന്യാസ സമൂഹം ഉൾപ്പെടെയുള്ള നാനാവിധ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളെല്ലാം. അത് പലതുമുണ്ട്. ഒരുപാട് പേരുകളിൽ ഒരുപാട് സഭകൾ, ഒരുപാട് ഉപസഭകൾ ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം വിശ്വാസം പ്രചരിപ്പിക്കുക, ഇല്ലെങ്കിൽ ക്രിസ്തീയത പ്രചരിപ്പിക്കുക. നമുക്കറിയാം, ഈ ക്രിസ്തു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ഘടകം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണ്. ഇടത്തുകാരനെ തടിച്ചവനെ വലത്തുകാരനെ കാണിച്ചു കൊടുക്കുക, ഇതിനെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, വിശക്കുന്നവനെ കൂട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന, ഈ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി നിയുക്തരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ സഭാപിതാക്കന്മാർ. പക്ഷേ ഇപ്പം ഞാൻ ആ പാട്ടിൻ്റെ ബാക്കി ഒരു 4 വരികൾ ഞാൻ പാടി കേൾപ്പിക്കാം. അതിനകത്ത് ബാക്കി പറയുന്നത്, എന്നെ എൻ പിതാവയച്ച പോലെ തന്നെ ഞാൻ നിങ്ങളെ അയച്ചിടുന്നിതാഭിഷിക്തരായി, പാവനാത്മശക്തിയാൽ നിറഞ്ഞു നിങ്ങളോ പാരിലെങ്ങുമേ എനിക്കു സാക്ഷ്യമേകുവിൻ. അതിനകത്ത് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിങ്ങൾ എനിക്ക് സാക്ഷിയാകുവിൻ, ഇല്ല എന്നെ പ്രഘോഷിക്കുവിൻ, എന്നെ പ്രചരിപ്പിക്കുവിൻ എന്നാണ് പറയുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പം നടക്കുന്നത് അതാണോ? ഇപ്പോൾ പല രാഷ്ട്രീയം ഒന്നും മോശമാണെന്നുള്ള അഭിപ്രായം. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് BJP ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, RSP, അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. ഈ വിവിധ സഭയിൽപ്പെട്ട ആളുകളെല്ലാവരും ഇതിനകത്ത് ഓരോ പാർട്ടികളും മെമ്പർമാരാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നടക്കുന്നൊരു കാര്യം, ഈ സഭാപിതാക്കന്മാർ പല ആളുകളും അവരുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി അവർക്കിഷ്ടമുള്ള ഒരു പാർട്ടിയിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന, അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു ഈ മുനമ്പം വിഷയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് നാളുകളായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിയമ നടപടികൾ നേരിടണം, അത് ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസൽമാനും എല്ലാവർക്കും ഒരേ നിയമം വേണം. അത് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ നീതി വേണം എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. 1 ഇന്ത്യ 1 പീപ്പിൾ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിനകത്തെ കാര്യം ക്ഷണിക്കാൻ വേണ്ടി വന്ന ആളല്ല. അത് വന്നാൽ നമുക്ക് വിരോധമൊന്നുമില്ല, സന്തോഷമുള്ളൂ. അപ്പോൾ ഈ സഭാവിശ്വാസികളെ ക്രിസ്തീയത പ്രചരിപ്പിക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണല്ലോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സഭാപിതാക്കന്മാർ തങ്ങളുടെ ഈ ഇടവക ജനത്തിന് മേലുള്ള, ഇല്ലെങ്കിൽ ഈ വിശ്വാസ സമൂഹത്തിന് മേലുള്ള സ്വാധീനം ഉപയോഗിച്ച് തങ്ങൾക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പൊ BJP വിലക്കപ്പെട്ട കനിയാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇല്ലെങ്കിൽ കോൺഗ്രസ് മോശമെന്ന് പറയുന്നില്ല, ഇല്ലെങ്കിൽ CPM നല്ല മോശമെന്ന് പറയുന്നില്ല. ഇവരാരും നല്ലതെന്ന് എല്ലാത്തിനകത്തും നല്ലതും മോശമുണ്ട്. കാരണം നമ്മൾ കണ്ടു, ഈ വരുന്ന ദിവസങ്ങളിൽ ഈ എല്ലാ പാർട്ടികളിൽ നിന്നും ഈ ഒരു വശത്ത് നിന്ന് കത്തുന്ന തീ പന്തമായി ജ്വലിച്ച് നിൽക്കുന്ന ആള്, എതിർവശത്ത് നിന്ന് പാർട്ടിക്കാരെയൊക്കെ ചീത്ത പറഞ്ഞ് മോശക്കാരനായിട്ട് നിൽക്കിക്കൊണ്ടിരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നേരെ എതിർവശത്തേക്ക് ചാടി ഇവിടുത്തെ തീപ്പന്തം ഊതിക്കെടുത്തിയിട്ട് അപ്പുറേ പോയി പുതിയ തീപ്പന്തം കത്തിച്ച് ഇപ്പുറത്തെ തീപ്പന്തത്തിലേക്ക് തുപ്പിത്തെറിപ്പിക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എല്ലാതും നല്ലതും മോശമുണ്ട്. അപ്പം ഈ കാര്യങ്ങളിൽ സഭാപിതാക്കന്മാർ ഇടപെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇടപെട്ടാൽ ഇപ്പം നിങ്ങളോടുള്ള വിശ്വാസം, നിങ്ങളുടെ ആരുടെയും കുടുംബക്കാരുടെ മഹത്വം കണ്ടിട്ടോ, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടോ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ടോ അല്ല ഈ സഭാവിശ്വാസത്തിൽ സഭാ മക്കള് നിങ്ങളെ അംഗീകരിക്കുന്നതും നിങ്ങളെ അനുസരിക്കുന്നതും. ഇപ്പം തന്നെ നമ്മൾ കണ്ടു, നമ്മുടെ ഈ നാട്ടിൽ എത്ര സൈസ് ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പറയുന്ന ഏതെങ്കിലും പാർട്ടിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഈ സഭാ സമൂഹം, ഈ നേതൃത്വം
ഈ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർ നമ്മളിവിടെ ലത്തീൻ കത്തോലിക്കലുണ്ട്, റോമൻ കത്തോലിക്കലുണ്ട്, CSI ഉണ്ട്, CMS ഉണ്ട്, മലങ്കരയുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബയുണ്ട്, പെന്തക്കോസുകാരാണെങ്കിൽ ഒരു എണ്ണിയാലൊടുങ്ങാത്തത്ര സംഭവങ്ങളുണ്ട്. ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് ക്രിസ്തുവിലാണ്, ഇവരെല്ലാവരും പ്രഘോഷിക്കുന്നതും ക്രിസ്തുവാണ്. എല്ലാവരും ഒരേ തത്വം തന്നെ പറയുന്നത്, പരസ്പരം സ്നേഹിക്കുക, അങ്ങനെയുള്ള ക്രിസ്തുവിക തത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ മാത്രമെങ്കിലും ഒന്നിച്ചു കൂട്ടി നിർത്തി ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ സാധിക്കില്ലേ? ഇല്ലെങ്കിൽ ഒരു സംഘടനയായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഈ ആഗോള ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് നമ്മൾ ഈ പാർട്ടിക്കാരെല്ലാം ഇവരെല്ലാം നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർ കാലങ്ങളായിട്ട് ഇവർ തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇവരെ ബഹിഷ്കരിക്കാം, നിങ്ങളെല്ലാവരും നമ്മുടെ പിന്നാലെ വരൂ, നമുക്ക് കോൺഗ്രസും വേണ്ട, കമ്മ്യൂണിസ്റ്റും വേണ്ട, BJP വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? ഇല്ലെങ്കിൽ നമുക്ക് ഇവരിലായിട്ട് നിന്നുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവരെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അപ്പോൾ ഇവർക്കറിയാം ഇവരുടെ കൂടെ ആൾ നിൽക്കില്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഇവിടെ സീറ്റ് പിടിക്കാൻ, ഇല്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥാനമാനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പാർട്ടിക്ക് ആൾ വേണമെങ്കിൽ ഇവരുടെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവരുടെ വിശ്വാസ അടിമത്തത്തിൽ വിശ്വാസം കൊണ്ട് ഇവരെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മേലാധിപത്യം വെച്ചിരിക്കുന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ട് എത്തിക്കണം. അത് ഇവർക്ക് വ്യക്തമായ ധാരണ ഇവർക്കുണ്ട്, ഇവർക്ക് അതിനകത്ത് എന്തൊക്കെയോ നേടാനുണ്ട്, ഇല്ലെങ്കിൽ ഒളിക്കാനുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ വഖഫ് വിഷയത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ സഭയ്ക്കൊക്കെ ഈ സഭകൾക്ക് എല്ലാവർക്കും ഫണ്ടുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. സാധാരണക്കാരന് ഇപ്പൊ അവിടെ മുൻപത്തെ പാവങ്ങൾക്ക് അതിന് കേസിന് പോകാനുള്ള പൈസ ഇല്ലായിരിക്കും അവർ പിരിക്കണത്. അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഇതിനൊക്കെ പണച്ചെലവുണ്ട്. ഇതിനൊക്കെ ഈ സഭകളുടെ എല്ലാം കൈ പൈസ ഉണ്ട്. ഇവർ നിയമസഹായം കൊടുക്കുക, ബാക്കിയുള്ള അവരുടെ ബാക്കി മാനസികമായി പിന്തുണകൾ കൊടുക്കുക മാത്രമല്ലെന്നേ, നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലകളിൽ, ഇല്ലെങ്കിൽ ഈ തീരദേശ മേഖലകളിൽ കഷ്ടത അനുഭവിക്കുന്ന, പീഡത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ സഹായിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഇപ്പൊ ഈ കർഷകരായിട്ടുള്ള ആൾക്കാർ മിക്കവാറും ക്രിസ്തീയ വിശ്വാസികളും അല്ലാത്തവരും ഉണ്ട്. എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ മലയോര മേഖലകളിൽ ഉണ്ട്. ഇപ്പൊ ഈ ഫോറസ്റ്റിന്റെ, ഇല്ലെങ്കിൽ ഈ കപട പരിസ്ഥിതിവാദികളുടെ തെറ്റായ പ്രചരണം മൂലം, ഇല്ലെങ്കിൽ തെറ്റായ നയങ്ങൾ മൂലം കൃഷിക്കാരനോട് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് കാട്ടാന പിള്ളേരെ ഓടിക്കുന്നു, സ്കൂൾ പിള്ളേരെ ഓടിക്കുന്നു, ഇല്ലെങ്കിൽ വണ്ടി കുത്തിമറിക്കുന്നു. കാർഷിക വിളകൾ എന്തുണ്ടെങ്കിലും അതെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഇവർക്കൊക്കെ വേണ്ടി ഇവർക്ക് ഇറങ്ങാൻ പാടില്ലേ? അപ്പോൾ ഇപ്പൊ കൊണ്ട് ഈ പൊക്കി പിടിച്ചത് വരുന്ന ഈ വഖഫ് വിഷയം എന്ന് പറയുന്നത് ഇവർ കുറച്ച് പേരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് എന്ന് എൻ്റെ വിചാരം അങ്ങനെയാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസത്തിന്റെ, ആ ഒരു സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ പുറത്ത് നിങ്ങൾ പറയുന്നിടത്ത് വരികയും ഓടി വരികയും ചെയ്യുന്ന ഈ ആളുകൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ രാഷ്ട്രീയ കപടത മനസ്സിലാക്കുമ്പോൾ, ശരിക്കും ഞാൻ പറയാം, ഈ രാഷ്ട്രീയക്കാർ കപടന്മാരാണ്, കള്ളന്മാരാണെന്നൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിലും മോശമായിട്ടുള്ള അവസ്ഥകളിലുള്ള പല സഭാപിതാക്കന്മാരും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ചരിത്രത്തിൽ ചവറ്റുകൊട്ടയിലായിരിക്കും സ്ഥാനം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ഈ പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.